ശ്രീ AK മണി MLA ആയിരുന്ന കാലഘട്ടത്ത് അസൈൻമെന്റ് കമ്മിറ്റിയിൽ വെക്കുകയും അതിന് ചെല്ലാൻ 3 രൂപ അടച്ച് 8 സെന്റ് ഭൂമി പട്ടയത്തോടുകൂടി കരസ്ഥമാക്കിയതുമാണ്. 2000-ൽ AK മണി അധ്യക്ഷനായിരുന്ന ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകിയെന്നാണ് എസ് രാജേന്ദ്രൻ MLA-യുടെ വാദം. എന്നാൽ ദേവികുളം താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ 2000 മുതൽ 2003 വരെ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ചേർന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ചേർന്നിട്ടില്ലെന്ന് അന്ന് കമ്മിറ്റി ചെയർമാനായിരുന്ന AK മണിയും സ്ഥിരീകരിച്ചു. എന്നാൽ എസ് രാജേന്ദ്രന് പട്ടയം നൽകാൻ തഹസീൽദാരോട് വാക്കാൽ ആവശ്യപ്പെട്ടുവെന്ന് AK മണി പറഞ്ഞു. പട്ടയം നൽകിയോ എന്ന് അറിയില്ല. അന്ന് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട ഭൂമിയിലല്ല, കയ്യേറ്റ ഭൂമിയിൽ തന്നെയാണ് എസ് രാജേന്ദ്രൻ താമസിക്കുന്നതെന്ന് AK മണി ആരോപിച്ചു. ഇപ്പൊ ഇരിക്കുന്ന വീട് പട്ടയത്തിൽ അദ്ദേഹത്തിന്റെ പട്ടയത്തിൽ പേരില് പട്ടയത്തിൽപ്പെട്ടതല്ല വീട് എന്നാണ് ഞാൻ കാണുന്നത്. PWD KSEB ഭൂമി രാജേന്ദ്രൻ കയ്യേറിയിട്ടുണ്ട്. ആരോപണങ്ങൾ നിഷേധിച്ച എസ് രാജേന്ദ്രൻ ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു. എസ് രാജേന്ദ്രന്റെ ഭൂമി കയ്യേറ്റമാണെന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. ഭൂരേഖകൾ ലാൻഡ് റവന്യൂ കമ്മീഷണറെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട്. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം ജീവ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്.